ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് ഒരു ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. മുട്ട ഗ്രേവി വളരെ സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് വ്യത്യസ്തമായിട്ടും നല്ല രുചികരമായിട്ട് ഈ ഒരു മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ആക്കി വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ദേ ഇവിടെ അടുപ്പിലോട്ടൊരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല കുറുകി കിട്ടുക. 2 സവാളയും അതുപോലെ ഞാനൊരു 10 ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ചുവന്ന ഉള്ളി ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. എൻ്റെ അടുത്ത് ചോപ്പറുണ്ട്, അത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊത്തി എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഉപ്പും ചേർക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർക്കാം. ഇനി അടച്ച് വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. വീണ്ടും അടച്ച് വെക്കുക, വീണ്ടും തുറന്ന് നോക്കുക. എന്നിട്ട് അങ്ങനെ ഞാനൊരു ഏകദേശം ഒരു 7-8 മിനിറ്റ് എടുത്തു കിട്ടും ഇതുപോലെ ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുക, വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ ഞാൻ നല്ല പോലെ വാടിയതിന് ശേഷം ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, കൂടരുത്, ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ട് വേണം ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്, അത് മറക്കണ്ട. ഇനി നമുക്ക് ഇത് ഇത്രയും വാടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ തക്കാളി ഒന്ന് വാടിക്കിട്ടണം. 1 മിനിറ്റ് മതിയാവും കേട്ടോ, അപ്പോൾ തന്നെ നന്നായിട്ട് വാടിക്കിട്ടും. കണ്ടോ, വാടിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റാം. ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. പിന്നെ ഞാൻ ഇത് തുടക്കം ചേർക്കേണ്ട കേട്ടോ, ഞാനങ്ങ് മറന്നുപോയി. അതായത് 2-3 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം പട്ടയും 3 ഏലക്കായും. ഇത് നിങ്ങൾ ഫസ്റ്റിലെ എണ്ണ ചൂടാക്കി ഉടനെ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഞാൻ മറന്നു പോയോണ്ട് ഇപ്പോൾ ഇട്ടയാണ്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഇത്രയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലത് ഇതുപോലെ ഒരു കളറ് മാറുന്ന സമയത്ത് വേണം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളർ ചേഞ്ചസ് ആവും, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചേഞ്ചസ് ആവുമ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. പിന്നെ മറക്കണ്ട, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതിയിരിക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾ മറക്കത്തില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്തത്. 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 5 അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പിൽ തന്നെ വെള്ളം ചേർത്ത് ഒന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ പൊടിയാണ് ചേർത്തത്, അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്തു. ഇതൊന്ന് കുറുകി വരണം, ആ അണ്ടിപ്പരിപ്പ് കൂടിയിട്ടൊന്ന് വേവണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിയില ഇട്ടിട്ടാണ് മുട്ട ഇടുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും 1 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ അതേ ഞാൻ നേരെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയില്ലേ, കഴിക്കാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.